ഈ 40 kg ബാഗ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എത്ര ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കമ്പ്യൂട്ടേഷൻ ഉണ്ടോ? 3 കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേക അഡ്വാൻറ്റേജസ് ആയിട്ട് കിട്ടുന്നത്. ട്രഡീഷണൽ രീതിയിലും റെഡി പ്ലാസ്റ്ററും വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ്. നമുക്ക് കവറേജ് കൂടുതലായിട്ട് കിട്ടും. സെക്കൻഡ് പറയുന്നത് റീബൗണ്ട് വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തിട്ട് തേക്കുമ്പോൾ ഒരു ബാഗിൽ നിന്ന് എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ? എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു 12 mm പ്ലാസ്റ്റർ എത്ര സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഷ്വർ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ 12 mm ഐഡിയൽ തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ 24 സ്ക്വയർ ഫീറ്റ് കവറേജ് നമുക്ക് കിട്ടും. പക്ഷേ നേരെ മറിച്ച് ഒരു ട്രഡീഷണൽ രീതിയിൽ സെയിം ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 18 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് കിട്ടുക. 40 kg ഒരു ബാഗ് വരുന്നു, അതിലേക്ക് എത്ര വെള്ളം ആഡ് ചെയ്യണം എന്നൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമോ? 7 കൂടാനും പാടില്ല, 5 താഴാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോയും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ വാട്ടർ അഡീഷൻ കൊടുത്തേക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്ന് ഗൈഡൻസ് ഉണ്ടോ? 2 hours വരെയും ഇന്ന് റിട്ടൻഷൻ പീരീഡ് നമ്മൾ കൊടുത്തിട്ട് ആ 2 hours നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ചാക്കിൽ മേടിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? നമ്മൾ 6 months ആണ് അതിൻ്റെ ഷെൽ ലൈഫ് പറയുന്നത്. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മളിത് മേടിച്ചു കഴിഞ്ഞാലും ഈ 6 മാസത്തിനുള്ളിൽ നമുക്കിത് യൂസ് ചെയ്ത് തീർത്താൽ മതി.